ഹായ് മക്കളെ, നമ്മളുടെ ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ അല്ലെ, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നടക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളും മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൊഡ്യൂളുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏകദേശം 10-21 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താക്കിയിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. എഴുതി വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. റിപ്പീറ്റഡ് അടിച്ച് ചോദിക്കുന്ന ഒരു ടെക്സ്ചർ ഈ ഒരു ചോദ്യങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സ്റ്റീൽ റൂൾ? നമ്മൾ സ്റ്റീൽ റൂൾ പഠിച്ച സമയത്ത് നമുക്ക് നല്ലോണം അറിയുന്നൊരു കാര്യമായിരുന്നു അല്ലേ. താഴെ കൊടുത്തിരിക്കുന്ന, നമ്മൾ നല്ല വൃത്തിയിൽ പഠിച്ചിട്ടുണ്ട്. അത് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്, കറക്റ്റാണ് ഒന്ന് നോക്കിയാൽ മാത്രം മതി അല്ലേ. അതൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊണ്ടാണോ നമ്മൾ മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആലോചിച്ച് നോക്കുക. യെസ് അല്ലേ. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലോ ഓർ സ്പ്രിംഗ് സ്റ്റീലോ, രണ്ടിൽ ഏതെങ്കിലും വരാൻ സാധ്യതയുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലോ ഓർ സ്പ്രിംഗ് സ്റ്റീലോ ആയിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ പോയിന്റ്, ദ റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ ഈസ് 0.5 mm. സ്റ്റീൽ റൂളിൻ്റെ റീഡിംഗ് ആക്യുറസി ഞാൻ നമ്മുടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ റൂൾ ചില കേസുകളിൽ ലീസ്റ്റ് കൗണ്ടിന് പകരം റീഡിംഗ് ആക്യുറസി എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഫൈൻ. ലീസ്റ്റ് കൗണ്ടിന് പകരം റീഡിംഗ് ആക്യുറസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാൻ പാടില്ല, കിട്ടിയിരിക്കണം, നമ്മുടെ ആൻസർ കിട്ടിയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും? മൂന്നാമത്തെ പോയിന്റ്, സ്റ്റീൽ റൂൾ ഈസ് എ ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണോ സ്റ്റീൽ റൂൾ? അല്ലേടാ. നമുക്ക് ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു റൂളിനെ കൊണ്ട്, ആ ഒരു ടൂളിനെ കൊണ്ട്, ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കൊണ്ട് നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റുന്ന ലെവലിലേക്ക്, ഓക്കെ അല്ലേ. നമുക്ക് സ്റ്റീൽ റൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്കെയിൽ പോലെയാണ്. നമുക്കതിൻ്റെ അളവുകളൊക്കെ നമുക്കതിൽ നോക്കിയിട്ട് പെട്ടെന്ന് അളക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു 3 പോയിന്റുകളിലും ഏതൊക്കെ ശരിയാണ്? ഓപ്ഷൻ എ ശരിയാണ്, അതുപോലെ തന്നെ ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ സി ശരിയാണ്. അങ്ങനെ 3 പോയിന്റുകളും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. എഴുതി വെച്ചോളും, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി? താഴെ കൊടുത്തിരിക്കുന്ന റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് ഏത് കാറ്റഗറിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് പലതരം കാറ്റഗറീസിനെ കുറിച്ച്. അപ്പോൾ ഏതായിരിക്കും? PPE1 ആണോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് 2 ആണോ? PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. PPE3 ആണോ? PPE4 ആണോ? ആലോചിച്ച് വെക്കടാ. എന്തിനായിരുന്നു PPE1, 2, 3? ഏതായിരുന്നു രണ്ടാമത്തെ എൻ്റെ ആൻസർ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം PPE3 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. PPE3 ആണ് റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് 3യിലാണ്. നോക്ക്, ഇവിടെ നോക്കണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാർട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാർട്ടിലെ എൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ആയിരിക്കണം. ഫസ്റ്റത്തെ എന്താണ്? PPE1 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് 1. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് 1ൽ പറയുന്നത് എന്താണ്? ഹെൽമെറ്റുകളെ കുറിച്ചിട്ടാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിനെ പറ്റി പറയുന്നത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ 1 എന്ന് പറയുന്നത് എന്താണ്? ഹെൽമെറ്റുകളെ കുറിച്ചിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഫൈൻ. രണ്ടാമത്തത് PPE2 എന്താ? സേഫ്റ്റി ഫുട്വെയറുകളാണ്. PPE2യിൽ പറയുന്നത്. PPE3യിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ള റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. PPE4 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് 4. ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, കൈയും അല്ലേ, ആംസ് ആൻഡ് ഹാൻഡ് പ്രൊട്ടക്ഷൻ, ആ ഗ്ലൗ ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് ഈ ഒരു PPE4ലാണ്. PPE5 എന്താ വരുന്നത്? ഐ ആൻഡ് ഫേസ് പ്രൊട്ടക്ഷൻ. ഏതും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. PPE6 എന്താണ്? പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് ആൻഡ് കവർ ഓൾ അല്ലേ. പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്യാൻ മൊത്തത്തിൽ വരുന്നത് ഏതായിരിക്കും? PPE6 ആയിരിക്കും. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് 7 എന്താണ്? ഇയർ പ്രൊട്ടക്ഷൻ, ചെവിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. PPE8 എന്താണ്? സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ഹാർനസസ്. നമുക്കറിയാം ഇവിടെ എൻ്റെ കാര്യങ്ങൾ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള ഏതാണ്? റെസ്പിറേറ്ററി പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഏതായിരുന്നു? PPE
3 ആയിരുന്നു എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അടുത്ത ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോടാം. അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹാമർ ഇറ്റ് ഈസ് വെയിറ്റ് സ്റ്റാമ്പ്ഡ്? അല്ലേ, നമ്മുടെ ഹാമർ ഉണ്ടാവും. ഹാമറിൻ്റെ ഏത് ഭാഗത്താണ് വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഹാൻഡിലിൻ്റെ ഭാഗത്താവുമോ? സാധ്യതയില്ല അല്ലേ, ഹാൻഡിലിൻ്റെ ഭാഗത്ത് വെയിറ്റ് സ്റ്റാമ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഫേസ് ഒരിക്കലുമല്ല. ഫേസ് യൂസ് ചെയ്താണ് നമ്മൾ സ്ട്രൈക്കിംഗ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യുന്നറിയാം. പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഒരിക്കലും അല്ല. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാ വരുന്നത്? ചീക്കായിരിക്കും അല്ലേ. ഈ ഒരു ഹാമറുകളിൽ ഏത് ഭാഗത്താണ് വെയിറ്റ് സ്റ്റാമ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീക്കിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ABC ഫസ്റ്റ് എയ്ഡ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ABC ഫസ്റ്റ് എയ്ഡ്. ഈ ഒരു ABC ഫസ്റ്റ് എയ്ഡ് എല്ലാ എക്സാമുകളിലും, ഒട്ടുമിക്ക എല്ലാ എക്സാമുകളിലും ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പഠിച്ചു വെച്ചോളണം. ABC ഫസ്റ്റ് എയ്ഡ്. ബി സ്റ്റാൻഡ് ഫോർ എന്തിനായിരുന്നു? ബ്ലീഡിംഗ് ആണോ? ബ്ലീഡിങ്ങിനായിരുന്നോ? അല്ലല്ലോ. യെസ്, അല്ല. രണ്ടാമത്തത് ബ്രീത്തിങ്. നോക്കാം. ബ്ലഡ് ഓർ ബ്രെയിൻ? ബ്ലഡ് അല്ല, ബ്രെയിൻ അല്ല. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ബ്രീത്തിങ്ങിനാണ് അല്ലേ. അപ്പോൾ ABC ഫസ്റ്റ് എയ്ഡിൽ A സ്റ്റാൻഡ് ഫോർ എന്ന് പറയുന്നത് എന്താണ്? B സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആണ്. അപ്പോൾ A സ്റ്റാൻഡ് ഫോർ എന്താണ്? എയർ വേ എന്ന് മനസ്സിലാക്കി വെക്കുക. C സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലേഷൻ. അപ്പം A ഓർ B ഓർ C. A എന്ന് പറഞ്ഞാൽ എയർ വേ, B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്, C എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ എന്നാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? കിട്ടിയോടെ എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് പഞ്ചുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചുകളെക്കുറിച്ച് നോക്കുമ്പം ഏതൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ച്. ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ച് എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? 60 ആയിരുന്നോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ച് എത്രയായിരുന്നു വരുന്നത്? 90 ഡിഗ്രി ആയിരുന്നു വരുന്നത് അല്ലേ. 90 ഡിഗ്രി ആയിരുന്നു ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ച് വരുന്നത്. അപ്പോൾ ഇത് തെറ്റല്ലേ? തെറ്റാണ്. തുടക്കത്തിൽ എങ്ങനെ മാർക്ക് ചെയ്യണേ? നമുക്ക് തെറ്റാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാർക്ക് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്തോളാം. 60 ഡിഗ്രി പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വിറ്റ്നസ് മാർക്ക്. 60 ഡിഗ്രി പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡോട്ട് പഞ്ചുകളാണ്. ഡോട്ട് പഞ്ചുകൾ വിറ്റ്നസ് മാർക്കിന് യൂസ് ചെയ്യുമോ? ഉണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ശരിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. 90 ഡിഗ്രി പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പഞ്ച് മാർക്ക് ഫോർ പ്ലേസിംഗ് ഡിവൈഡേഴ്സ്. ആടോ, 90 ഡിഗ്രി പഞ്ചിന് സെൻറ്റർ പഞ്ച് എന്നാണ് പേര് പറഞ്ഞിരുന്നത്. സെൻറ്റർ പഞ്ച് നമ്മൾ ഡിവൈഡേഴ്സിന് യൂസ് ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഏതാടാ ആൻസർ വരിക? ഇതൊരിക്കലും അല്ല. അപ്പോൾ ഏതാ ആൻസർ വരിക? ആൻസർ 2 അല്ലേ. ആൻസർ 2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. അപ്പോൾ ആൻസറിൽ കറക്റ്റ് വരുന്നത് ഏതാണ്? C ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. കിട്ടിയോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? ഇങ്ങനെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാം. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് ബൈ എ ട്രൈ സ്ക്വയർ ഈസ് എബൌട്ട്. ട്രൈ സ്ക്വയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സ്ക്വയർനെസ്സും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മെറ്റലിൻ്റെ കറക്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർനെസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ സ്ക്വയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ട്രൈ സ്ക്വയറിൻ്റെ ആക്യുറസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആക്യുറസി? എത്രയാണ് വരുന്നത്? ഓപ്ഷൻ B ആയിരിക്കും അല്ലേ. 0.002 mm പെർ 10 mm ലെങ്ത് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് ബൈ ദ ട്രൈ സ്ക്വയർ ഈസ് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.002 mm പെർ 10 mm ലെങ്ത്. അതായത് ആ 10 mm ലെങ്ത്തിലെ ആക്യുറസി ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ഡിനോട്ട് ചെയ്യുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്താക്കാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട അല്ലേ. വിച്ച് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്? നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നു. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. അതെന്തായിരുന്നു? PPE1. നമ്മുടെ റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ് ഏതൊരു ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചുകൊണ്ട്. അപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി. PP6 അല്ലായിരുന്നോടാ? നമുക്കൊന്ന് നോക്കിയാലോ അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി വരുന്നത് ഏതാണ്? PP6 ആയിരുന്നു അല്ലേ. പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി വരുന്നത് PP6 ആയിരുന്നു അല്ലേ. ഓവറോൾ കവറിങ് PP6 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ചോദ്യം ആൻസർ എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി. താഴെ കൊടുത്തിരിക്കുന്ന ഏതൊരു എക്യുപ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്. നോട്ട് ഓൺലി PPE അല്ല, ക്ലാസിഫിക്കേഷൻ അല്ല ചോദിച്ചിട്ടുള്ളത്. ഗം ബൂട്ട്സ് ആണോ? ബൂട്ട്സ് നമ്മൾ ഓവറോൾ ബോഡീനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല അല്ലേ, ഒരിക്കലുമില്ല. രണ്ടാമത്തെ ഹാൻഡ് ഗ്ലൗസ് ആണോ? നടക്കോ?
ഹാൻഡ് ഗ്ലൗസ് ഓവറോൾ ബോഡി ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അത് നമുക്ക് ക്രോസ് ചെയ്യാം. എപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വെൽഡിങ്ങുകളിലായിരിക്കും അല്ലേ, വെൽഡിങ് നമ്മുടെ ഓവറോൾ ബോഡി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഫേസ് ഷീൽഡുമല്ല. അപ്പോൾ തെറ്റായ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് എലിമിനേറ്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഏതാ വരുന്നതാ? കറക്റ്റ് ആൻസർ വരുന്നത് എപ്രോൺ ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വെൽഡിങ്ങിൻ്റെ ഭാഗത്താണ്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. വൈ ദ സ്ലൈറ്റ് കോൺവെക്സിറ്റി ഈസ് ഗിവൺ ഓൺ ദ ഫേസ് ഓഫ് ദ ഹാമർ. കോൺവെക്സിറ്റിയിലെ എന്തിനായിരുന്നു ഫേസ് ഓഫ് ദ ഹാമർ? ഹാമറിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു കോൺവെക്സ് കൊടുക്കുന്നതിനാണ് കോൺവെക്സിറ്റി എന്ന് പറയും അല്ലേ. എന്താണ് അതിന് കൊടുക്കുന്നത്? ടു അവോയ്ഡ് ഡിഗ്ഗിങ് ഓഫ് എഡ്ജ് ഡിഗ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, പ്രിവെൻറ്റ് സ്ലിപ്പിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3ാമത്തെ ഓപ്ഷൻ ടു അലോ ഇവൻറ്റ് ലോഡ് ഓൺ സ്ട്രൈക്കിംഗ്. 4ാമത്തെ ടു പ്രൊവൈഡ് സ്മൂത്ത് ഹാമറിങ്. ഏതായിരുന്നു വരുന്നത് അല്ലേ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. റൈറ്റാടാ, കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മുടെ ഈ ഒരു ഹാമറിൻ്റെ ഫേസ് ഭാഗത്ത് ചെറിയ രീതിയിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഒരു കോൺവെക്സിറ്റി കൊടുക്കാറുണ്ട്. ആ കോൺവെക്സിറ്റി എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ഡിഗ്ഗിങ് ഓഫ് ദ എഡ്ജ് ഡിഗ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് ഹെക്സോ ബ്ലേഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ഭാഗങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഹെക്സോ ബ്ലേഡ് ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഹെക്സോ ബ്ലേഡ് ആർ സ്പെസിഫൈഡ് ബൈ ലെങ്ത്, പിച്ച്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? എക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? ലെങ്ത്ത്, പിച്ച്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണോടാ? ആണോ? യെസ് അല്ലേ, അത് തന്നെയാണ്. ഒന്നാമത്തത് കറക്റ്റാണ്. 2ാമത്തെ നോക്കാം. കോഴ്സ് പിച്ച് ബ്ലേഡ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് സോഫ്റ്റ് മെറ്റീരിയൽസ് സച്ച് എസ് ബ്രോൺസ് ആൻഡ് ബ്രാസ്. ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഗ്രാവിറ്റിയുടെ ക്ലാസ്സിൽ ഈ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കണം, ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റിക്കാൻ സാധ്യതയുള്ള, നമുക്ക് തെറ്റുകൾ പറ്റാനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചിരിക്കണം, തിയറിറ്റിക്കൽ ഭാഗം. റെഡി? അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് പിച്ച് ബ്ലേഡ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് എസ് ബ്രോൺസ് ആൻഡ് ബ്രാസ്. ആയിരുന്നോടാ? യെസ്, അതായിരുന്നു അല്ലേ. റെഡിയാണെന്ന് നമുക്കറിയാം. പിച്ച് സൈസ് ഓഫ് ദ ഫൈൻ പിച്ച് ബ്ലേഡ് ഈസ് 0.8 mm. നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: ഫൈൻ, മീഡിയം, കോഴ്സ് അല്ലേ. അപ്പോൾ ഫൈൻ എന്തായിരുന്നു? 0.8 mm. അപ്പോൾ മീഡിയം എന്തായിരുന്നടാ? മീഡിയത്തിൻ്റെ അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിക്കാം. മീഡിയത്തിൻ്റെ പിച്ച് സൈസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മീഡിയത്തിൻ്റെ പിച്ച് സൈസ്? 1 mm മുതൽ 1.4 mm വരെ അല്ലേ. അപ്പോൾ കോഴ്സിൻ്റെ എന്താണ്? 1.4ൻ്റെ എബോവ് ഉള്ള 1.8 എന്ന് നമുക്ക് കോഴ്സ് mm എന്ന് പറയാം, കോഴ്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എക്സോ ബ്ലേഡിൻ്റെ മറ്റ് കാര്യങ്ങൾ പഠിക്കണം. അതിൻ്റെ വേവിങ് പഠിക്കണം, സോയിങ് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഗേർഡ് സോയിങ്ങിനെ കുറിച്ചിട്ടുള്ള ആ ക്ലാസിഫിക്കേഷൻ, കോഴ്സിൽ ഏതാണ് യൂസ് ചെയ്യുക, മീഡിയത്തിലും ഫൈനിലും നമ്മുടെ ഫൈൻ പിച്ചിലും ഏത് തരത്തിലുള്ള സോയിങ് ആണ് യൂസ് ചെയ്യാമെന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളടാ. അപ്പോൾ ഈ 3 ശരിയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? 3 ശരിയാണെങ്കിൽ അതിൻ്റെ ആൻസർ ഏതായിരിക്കടാ? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് എബോവ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിക്കാനുള്ള ഹെക്സോ ബ്ലേഡുള്ള പോയിൻ്റാണ് ഏത്? 2ാമത്തേത്. കിട്ടിയോടാ? ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് നോക്കിയാലോ. അടുത്ത പോയിന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു വെക്കാം. ഫോർ സോഫ്റ്റ് മെറ്റീരിയൽസ് സച്ച് ആസ് ബ്രോൺസ്, ബ്രാസ്, സോഫ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് ആൻഡ് ഹെവി ആംഗിൾസ് എക്സ്ട്രാ യൂസിങ് ഏതാണ് ഈ പിച്ച്? എത്രയാണ്? 1.8. കോഴ്സ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് അല്ലേ ഇത്? കിട്ടിയോ? ഓക്കെ. 2ാമത് നോക്കാം. ഫോർ ടൂൾ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ. ഇവിടെ നോക്കിക്കോ, ഈ പോയിന്റ് നമ്മൾ ക്ലാസ്സിലെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഹൈ കാർബൺ സ്റ്റീൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിക്കാറുണ്ട്. ഒട്ടുമിക്ക എൻ്റെ ടൂൾസുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടായിരിക്കും, ഹൈ കാർബൺ സ്റ്റീലിനെ കൊണ്ടാണ്. അപ്പോൾ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് ഏത് പിച്ചിനെ കൊണ്ടാണ്? 1.4 ആണ്. അപ്പോൾ ഇത് ഏത് 1.4 എന്ന് പറഞ്ഞാൽ എന്താണ്? കോഴ്സ് ആണോ, മീഡിയം ആണോ, ഫൈൻ ആണോ? മീഡിയം ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഫോർ ആംഗിൾ അയൺ, ബ്രാസ് ട്യൂബ്, കോപ്പർ,
അയൺ പൈപ്പ് എക്സെട്ര. ഏതായിരുന്നു വരുന്നത്? 1 mm ആയിരുന്നു. കിട്ടിയോ? അപ്പോൾ ഇത് ഏതാ വരുന്നത്? മീഡിയമാണ്. 1ഉം 1.4ഉം മീഡിയമാണ് നമ്മൾ പഠിച്ചു. അടുത്തെന്താ? 4 കണ്ട്യൂട്ട് ട്യൂബ് അതർ തിൻ ട്യൂബിങ് ഷീറ്റ് മെറ്റൽസ് വർക്ക് എക്സെട്ര. അപ്പോൾ ഷീറ്റ് മെറ്റൽ വർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? അത് ഏതാണ് വരുന്നത്? ഫൈനാണ് അല്ലേ? അതർ തിൻ ട്യൂബ് അല്ലേ, ചെറിയ ട്യൂബുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഫൈനിലൂടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. കിട്ടിയോ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെച്ചോളൂ. റെഡി? 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഫയലിംഗ് പഠിച്ച സമയത്ത് അവസാനത്തേക്ക് നമ്മളെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫയലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എന്ത് പഠിക്കാറുണ്ട്? അതിൻ്റെ നമുക്കറിയാം, അതിൻ്റെ ക്ലോഗിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡ്യൂറിങ് ഫയലിംഗ് സംടൈംസ് ദ മെറ്റൽ ചിപ്സ് വിൽ ക്ലോഗ് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ദ ഫയൽ. ഇല്ലേ, ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സമയത്ത് ടീത്ത് ഓഫ് ദ ഫയലിൻ്റെ ഉള്ളിൽ മെറ്റൽ ചിപ്സുകൾ കുടുങ്ങിയിട്ട് എന്താക്കാറുണ്ട്? ക്ലോഗ് ചെയ്യാറുണ്ട്, അടിഞ്ഞു കൂടാറുണ്ട്. ദിസ് ഈസ് നോൺ ആസ്, അത് നമ്മൾ പറഞ്ഞ പേരെന്തായിരുന്നു? ഫയലിംഗ് ഓഫ് ഫയൽ ആണോ? ഒരിക്കലും അല്ല. ഫയലിംഗ് ഓഫ് ഫയൽ തെറ്റാണ് അല്ലേ. റെസ്റ്റിംഗ് ഓഫ് ഫയൽ ഒരിക്കലും അല്ല അല്ലേ. പീനിങ് ഓഫ് ഫയൽ ആണോ? ക്രൗണിങ് ഓഫ് ഫയൽ ഏതായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. പീനിങ് ഓഫ് ഫയൽ. കിട്ടിയോടാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പീനിങ് ഓഫ് ഫയൽ മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനും എസ്പെഷ്യലി പഠിക്കാനുള്ള ഫയലിങ്ങിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഡബിൾ കട്ട്, സിംഗിൾ കട്ടിൻ്റെ ഫയലിനെ കുറിച്ച് പഠിക്കാണ്ട് അതിൻ്റെ കട്ടിൻ്റെ പേരുകൾ പഠിക്കാറുണ്ട്. ചില കേസുകൾ സെക്കൻഡ് കട്ട്, ഫസ്റ്റ് കട്ട് എന്നൊക്കെ ചോദിക്കും. നമുക്കറിയാം ഏതാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അതൊക്കെ നമ്മുടെ തന്നിട്ടുള്ള ഫസ്റ്റ് കട്ട് ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല അല്ലേ. സെക്കൻഡ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് അതിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ വരുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പീനിങ് ഓഫ് ഫയലായിരുന്നു അതിൻ്റെ എന്ത് വരുന്നത്? ഫയലിങ്ങിൻ്റെ ഈ ക്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഫയലിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മെറ്റൽ ചിപ്സുകൾ ക്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പീനിങ് ഓഫ് ഫയലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫയലിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അതിൻ്റെ ടൈപ്പ് ഓഫ് ഫയൽസിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അതിൻ്റെ ഫയലിംഗ് മെത്തേഡുകളെ കുറിച്ച് പഠിച്ചിരിക്കണം, ഇത്തരത്തിലുള്ള പീനിങ് ഓഫ് ഫയൽസിന്. അപ്പോൾ സിലബസ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഫയലിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്പെസിഫൈഡ് ബൈ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫയൽ ആർ സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ. ഏതായിരിക്കും എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ലെങ്ത്ത്, ഗ്രേഡ്, കട്ട്, ഷേപ്പ്. കിട്ടിയോടാ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാർക്ക് ചെയ്ത് പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ഗ്രൂപ്പ് 1 and 2 അല്ലേ. നമുക്കൊരു ചേരുംപടി ചേർക്കാം അല്ലേ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേരുംപടി ചേർക്കാം. പൈപ്പ് വൈസിനെ കുറിച്ചാണ്. പൈപ്പ് വൈസ്, പിൻ വൈസ്, ടൂൾ മേക്കേഴ്സ് വൈസ്. സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ സുഖമായിട്ട് കിട്ടും. പൈപ്പ് വൈസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനായിരുന്നു? ഹോൾഡിംഗ് പൈപ്പ്സ് അല്ലേ. പൈപ്പ് വൈസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹോൾഡിംഗ് പൈപ്പ്സ്. നമുക്കൊന്ന് നോക്കാം അല്ലേ. പൈപ്പ് വൈസ് യൂസ് ചെയ്യുന്നത് ഹോൾഡിംഗ് പൈപ്പുകളെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിൻ വൈസ് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? പിൻ വൈസ് യൂസ് ചെയ്യുന്നത് സ്മോൾ ഡയമീറ്റേഴ്സിനല്ലേ. ചെറിയ ഡയമീറ്റേഴ്സ് ഉള്ള വർക്കുകളല്ലേ നമ്മൾ പിൻ വൈസ് പറഞ്ഞത്. അപ്പോൾ ടൂൾ മേക്കേഴ്സ് വൈസോ അല്ലേ. അവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. 1 and 3 ഉണ്ട്. ഒന്നെന്താ? മേക്കിംഗ് സ്മോൾ ജോബ്സ് ഓൺ സർഫസ് പ്ലേസ്. ജോ ക്യാൻ ബി ഓപ്പൺഡ് ക്ലോസ് യൂസിങ് ദ വിങ് നെറ്റ്. ഒരിക്കലുമല്ല അല്ലേ. നമ്മൾ ടൂൾ മേക്കേഴ്സ് വൈക്ക് പറഞ്ഞിട്ടുള്ള ഇതാണ്. മേക്കിംഗ് ഓഫ് സ്മോൾ ജോബ്സ് ഓൺ സർഫസ് പ്ലേറ്റ് ആയിരിക്കും. ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് സ്മോൾ ഹോൾ ഇടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സർഫസ് പ്ലേറ്റ് ചെയ്യില്ല, സ്മോൾ ജോബ്സ്. അപ്പോൾ ടൂൾ മേക്കേഴ്സ് വൈസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായാലും വരിക 1 4 ആണ്. ഇവിടെ കിട്ടിയിട്ടുണ്ട് 1 4 ആണ്. ബി എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, റെഡിയാണ്. സി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഏതാ റൈറ്റ് വരുന്നത്? ഏതാ റൈറ്റ് വരുന്നതാ? ആലോചിച്ച് നോക്ക്. ഓപ്ഷൻ ബി ആണ്. കിട്ടിയോടാ? ഇങ്ങനെ തിയററ്റിക്കലായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഫയലിംഗ്. ഫയലിങ്ങിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ PSCയുടെ ആ ഒരു ഹയറാർക്കി, ആ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 1 2 3 4 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് വരും. അപ്പോൾ ആ ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസ് പോയി. നമ്മൾ ഏതെങ്കിലും സിലബസ് പ്രകാരം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് 4 5 ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് വരുന്നൊരു പ്രവണത ഉണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കണ്ടിന്യൂസ്, പണ്ടൊക്കെ കേസിൽ ഒന്ന് പോയാൽ അത് പോയി, 1 മാർക്കാണ് പോകുകയെന്ന് വിചാരിക്കുക. പക്ഷേ 4 ക്വസ്റ്റ്യൻസ് പോയി കഴിഞ്ഞാൽ 4 ആൻസർ നമ്മുടെ 4 മാർക്ക് അടുപ്പും നമ്മുടെ റിസൾട്ടിൽ വലിയ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ
കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഷോൾഡർ ഈസ് കർവ്ഡ് പാർട്ട് ഓഫ് ഫയൽ സെപ്പറേറ്റിംഗ് ടാങ്ക് ഫ്രം ദ ബോഡി. ടാങ്ക് എന്ന് ബോഡിയിൽ നിന്ന് ടാങ്കിനെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കർവ്ഡ് പാത്രം ആയിരുന്നോടാ. ആണോ? ആലോചിച്ച് നോക്ക്, ശരിയാണോ? 12ാമത്തെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ? റെഡിയാണ് അല്ലേ? അല്ലേ? ഷോൾഡർ എന്ന് പറഞ്ഞാൽ കർവ്ഡ് പാർട്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ. ഫെറൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിങ് തന്നെയായിരുന്നു. ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിങ്ങിനെയാണ് നമ്മൾ ഫെറൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെറൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക, ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിങ് ടു പ്രിവെൻറ്റ് ക്രാക്കിംഗ് ആൻഡ് ഹാൻഡിലിനെ ക്രാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി. ശരിയാണ്. റെഡി. ഹീൽ ഈസ് ദ തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. ഹീൽ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ. അവിടെ ഹീലിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് എന്താ, ഹീലിൻ്റെ ഭാഗത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല, ടീത്ത് ഉണ്ടാവില്ല. ഒരിക്കലും ടീത്ത് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം 1, 2 ശരിയാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി. കിട്ടിയോടാ? ഇതൊന്നും പെട്ടെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വായിച്ചു തന്ന ആലോചിച്ചിട്ട് കുറേ സമയം എടുക്കില്ല. ജസ്റ്റ് അറിയുന്നവരാണെങ്കിൽ ഫയലിനെ കുറിച്ചിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓരോ ഇതുവരെ പഠിക്കാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ കാണാം. നോക്കടാം, ഫയൽ ലെങ്ത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ടാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ ഒരു ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സൈഡ് ഉണ്ട്. ഈ സൈഡ് ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഈ ഒരു ഫയലിൻ്റെ കട്ടൊക്കെ അവിടെ കാണാൻ പറ്റും. എഡ്ജ് ഭാഗത്തും ചില ഫയലുകളിൽ എഡ്ജിലൊക്കെ എന്തുണ്ട്, ഫയൽ കട്ട് ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമായിരുന്നു. അതായത് ഈ ഫയലിൻ്റെ എന്തില്ലാത്ത ഭാഗം, ഈ ഒരു കട്ടില്ലാത്ത, സിംഗിൾ കട്ട് ഓർ ഡബിൾ കട്ടൊക്കെ ഇല്ലാത്ത ഭാഗത്തിന് ഹീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ലൈറ്റ്ലി ആയിട്ടുള്ള കർവ്ഡ് ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ ഷോൾഡർ. ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ മേലുള്ള ഈ ഒരു ഭാഗം, അതായത് ഈ ടാങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാൻഡിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫയലിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഫെറൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ റിംഗ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരായിരുന്നു ഫെറൂൾ. കിട്ടിയോ? യെസ്. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങൾ നോക്കുക. ടിപ്പ് ഓർ പോയിന്റ്. ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പോയിന്റ്. ദെൻ്റെ ഓപ്പോസിറ്റ് ടാങ്ക്. ടാങ്കിന് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നത് പറഞ്ഞാൽ ടിപ്പ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നു. കിട്ടിയോടാ? അടുത്തത് എന്താ പറയുന്നത്, ഫേസ് ഓർ സൈഡ്. ഫേസ് ആൻഡ് സൈഡ്. സൈഡിൽ നമ്മൾ ഫേസ് എന്ന് പറയുന്നത് ദ ബോർഡ് പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് ടീത്ത് കട്ട് ഓൺ ദ സർഫസ്. അല്ലേ, സർഫസിൽ കട്ട് ചെയ്യാൻ വേണ്ടി. കട്ട് അവിടെ എന്തുണ്ടാവുന്നു, ടീത്ത് ഉണ്ടാവുന്നു മനസ്സിലാക്കി വെക്കുക. എഡ്ജ്. എഡ്ജിനെ പറ്റി എന്താ പറയുക, ദ തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. അല്ലേ, ദ തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് എ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത്. എഡ്ജിന് നമ്മൾ സിംഗിൾ റോ ഓഫ് പാരലൽ ടീത്ത് എന്ന് പറയുന്നു. എഡ്ജ് അല്ലേ, ഈ ഒരു ഭാഗം നോക്കുക, ഈ ഒരു ഭാഗം. കിട്ടിയോടാ? അടുത്തത് വരുന്നത് ഷോൾഡറാണ്. ഹീലിൻ്റെ കേസ് പറഞ്ഞു. ദ പോർഷൻ ഓഫ് ദ ബോർഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. വിത്തൗട്ട് ടീത്ത് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ള, വിത്തൗട്ട് ടീത്താണ്. ഷോൾഡർ, ദ കർവ്ഡ് പാർട്ട് ഓഫ് ദ ഫയൽ സെപ്പറേറ്റിംഗ് ടാങ്ക് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് ടാങ്കിനെ സെപ്പറേറ്റ് ചെയ്യുക. ടാങ്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷോൾഡേഴ്സ് ഏതായിരുന്നു? ജസ്റ്റ് നോക്കിക്കോ. ഷോൾഡർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം. കിട്ടിയോടാ? അടുത്ത് വരുന്ന ടാങ്ക്. അല്ലേ, ദ നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദ ഹാൻഡിൽ. ഹാൻഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ടാങ്ക് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫെറൂൾ. ഫെറൂൾ എ പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ടു പ്രിവെൻറ്റ് ക്രാക്കിംഗ് ഓഫ് ദ ഹാൻഡിൽ. ഹാൻഡിൽ ക്രാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ പാർട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കുക. ഈ ഒരു ഭാഗത. ഓക്കെ, ഈ ഒരു ഭാഗം. ഫൈൻ, കിട്ടി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അധികം ടൈം കളയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഡയമണ്ട് പോയിൻറ്റ് സീസൽ യൂസ്ഡ് ഫോർ. ഡയമണ്ട് പോയിൻറ്റ് സീസൽ എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ക്വയറിങ് മെറ്റീരിയൽസ് അറ്റ് ദ കോർണേഴ്സ്. കോർണേഴ്സിലെ മെറ്റീരിയൽസിനെ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കട്ടിങ് ഓയിൽ ഗ്രൂവ്സ്, കട്ടിങ് കീ വേസ്. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, ചിപ്പ് ഓഫ് എക്സസ് മെറ്റൽ ഓഫ് വെൽഡ് ജോയിൻറ്റ് ആൻഡ് കാസ്റ്റിംഗ്. നമുക്ക് ഏതായിരുന്നു ആൻസർ വന്നത്? നമ്മൾ ഡയമണ്ട് കട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചോദിച്ചില്ലടാ. ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നോക്കാം. ഫ്ലാറ്റ് ചിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്രോസ് കട്ട് ചിസൽ, ക്യാപ്പ് ചിസൽ എന്ന് പറഞ്ഞിട്ടാലും പലതരത്തിലുള്ള ചിസലുകളുണ്ട്. അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻ എന്താണ് യൂസ് എന്ന് നോക്കാം. ഫ്ലാറ്റ് ചിസൽ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ടു റിമൂവ് മെറ്റൽ ഫ്രം ലാർജ് ഫ്ലാറ്റ് സർഫസ് ആൻഡ് ചിപ്പിംഗ് ഓഫ് എക്സസ് മെറ്റൽ ഫോർ വെൽഡഡ് ജോയിൻറ്റ് ആൻഡ് കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിലും വെൽഡഡ് ജോയിൻറ്റും എക്സസ് മെറ്റലുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ചിസലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്രോസ് കട്ട് ഓർ കേപ്പ് ചിസൽ എന്ന് പറഞ്ഞാൽ ദർ ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് കീ വേസ്, ഗ്രൂസ്,
സ്ലോട്ട്സ്. ഇതിലേതെങ്കിലും ആയിരിക്കും അല്ലേ. കട്ടിങ് കീവേസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രൂസ് ആണെങ്കിൽ പറയാൻ പറ്റും ക്രോസ് കട്ട് ഓർ ക്യാപ് ചിസലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹാഫ് റൗണ്ട് നോയ്സ് ചിസൽ എന്ന് പറഞ്ഞാൽ ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിങ് കർവ്ഡ് ഗ്രൂസോ ഓയിൽ ഗ്രൂസിന് ഉണ്ടാകുന്നത് ഹാഫ് കട്ട് റൗണ്ട് നോയ്സ് ചിസലാണ്. വെറും ഗ്രൂ ആണെങ്കിൽ ക്രോസ് കട്ടായിരിക്കും യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഓയിൽ ഗ്രൂസോ കർവ്ഡ് ഗ്രൂസ് ആണെങ്കിൽ ഹാഫ് റൗണ്ട് നോയ്സ് ചിസലായിരിക്കും യൂസ് ചെയ്യുക. നമ്മളുടെ സ്റ്റാർ ഇതായിട്ട് ഡയമണ്ട് പോയിന്റ് ചിസൽ ദീസ് ആർ യൂസിങ് ഫോർ സ്ക്വയറിംഗ് ഓഫ് മെറ്റീരിയൽസ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് ജോയിൻസിലെ ചിലപ്പം കോർണേഴ്സ് ചോദിക്കും, ചിലപ്പോൾ ജോയിൻസ് ആയിരിക്കും ചോദിക്കും. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അതൊന്നും സംശയം ഉണ്ടാവാൻ പാടില്ല. ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ. ഫൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 14, 14ാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ എത്രാമത്തെ ക്വസ്റ്റ്യൻ 13 അല്ലേ. റെഡിയാണ്. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സൈൻ? താഴെ ഒരു സൈനും കാണുന്നില്ലല്ലോ. പക്ഷേ അതിൻ്റെ ആൻസർ നമുക്കതിൻ്റെ ചോദ്യം വരുന്നത് ഇതാണ്. സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ, പഠിച്ചോളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൽ നിന്ന് എൻ്റെ ഭാഗം നമ്മൾ ഇതെന്ത് ചെയ്യുക, ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ ഭാഗം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ ടൈം വേസ്റ്റ് ചെയ്യും. സ്ക്രീൻഷോട്ട് ചെയ്യണം, ഒന്ന് പഠിച്ചോളൂ. അതൊക്കെ നമുക്ക് അറിയുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് ഒന്ന് എന്ത് ചെയ്യുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ 3 ഫാക്ടേഴ്സ് കോസിങ് ഫയർ? ഫയറിന് കാരണമാക്കുന്ന 3 ഫാക്ടേഴ്സ് എന്താണ്? ഫ്യൂവൽ, ഹീറ്റ്, സ്പാർക്ക് ആണോ? അല്ലെങ്കിൽ ഹീറ്റ്, ഓക്സിജൻ. ഓപ്ഷൻ ബി ഹീറ്റ്, ഓക്സിജൻ, ഇലക്ട്രിസിറ്റി. ഓപ്ഷൻ സി ഫ്യൂവൽ, ഹീറ്റ്, ഓക്സിജൻ. ഓപ്ഷൻ ഡി ഹീറ്റ്, ഫ്യൂവൽ, ഹൈഡ്രജൻ. നമുക്കറിയാം കത്താൻ ഫയർ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഓക്സിജൻ വേണം. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഓപ്ഷൻ സി ആയിരിക്കില്ല ഇതിൻ്റെ ആൻസർ. ആലോചിച്ച് നോക്ക്, അങ്ങനെ ചിന്തിച്ച് നോക്ക്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ, വേറൊരു സംശയം വേണ്ട. ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ പീരീഡ് റെഫേർഡ് ആസ് ഗോൾഡൻ ഹവേഴ്സ്? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഗോൾഡൻ ഹവേഴ്സ്, ഇത് സാധാരണ കേസുകളിൽ റിപ്പീറ്റ് അടിച്ച് പല എക്സാമുകളും ചോദിച്ചിട്ടുണ്ട്. ഗോൾഡൻ ഹവേഴ്സ് എന്താണ്? ഓപ്ഷൻ എ എന്താ വരുന്നത്? ഓപ്ഷൻ എ ഫസ്റ്റ് 30 മിനിറ്റ്സ് ആഫ്റ്റർ ഇൻസിഡൻറ്റ്. ഓപ്ഷൻ ബി 60 മിനിറ്റ്സ് ആഫ്റ്റർ ഇൻസിഡൻറ്റ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 15 മിനിറ്റ്സ് ആഫ്റ്റർ ഇൻസിഡൻറ്റ്. ഓപ്ഷൻ ഡി 45 മിനിറ്റ്സ് ആഫ്റ്റർ ഇൻസിഡൻറ്റ്. താഴത്തെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ടാണ്. അപ്പോൾ ഏതായിരുന്നു ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എന്താണ്? ആദ്യത്തെ 30 മിനിറ്റ് ആയിരിക്കും. പിന്നെ ഓപ്ഷൻ ബി എന്നാൽ 60 മിനിറ്റ് ഒരിക്കലും അല്ല. ഓപ്ഷൻ സി എന്തായിരുന്നു വന്നത്? 15 മിനിറ്റ് ഒരിക്കലും അല്ല. ഓപ്ഷൻ ഡി 45 മിനിറ്റ്. ആദ്യത്തെ 30 മിനിറ്റ് ആയിരിക്കും ഗോൾഡൻ ഹവേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ, ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 30 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ ആൻസർ അല്ലേ, അതിൻ്റെ ആൻസറായിട്ട് ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം വാട്ട് ഈസ് കളർ കോഡ് ഫോർ പേപ്പർ വേസ്റ്റ് ബിൻ? ഇമ്പോർട്ടൻ്റ് അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ മക്കളെ, ഈ വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന്, വേസ്റ്റിൻ്റെ കളർ കോഡിൻ്റെ ഭാഗത്തു നിന്ന് പ്രീവിയസ് ഇയറിൽ പല എക്സാമുകളിലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയുള്ള ഈ ഒരു എക്സാമിനും നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പഠിച്ചു വെച്ചോ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രീൻ എന്തിനായിരുന്നു യൂസ് ചെയ്തത്? നമ്മുടെ കോഡുണ്ട് ജിയിലെ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആയിരുന്നു എന്ന് നമുക്കറിയാം. യെല്ലോ, ഓപ്ഷൻ ബി യെല്ലോ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കുക. യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് അല്ലായിരുന്നോടാ, പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആയിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? പേപ്പർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആയിരുന്നു, യെല്ലോ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആയിരുന്നു, ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് ആയിരുന്നു. അപ്പോൾ ബ്ലൂ തന്നെ, ബാക്കിയുള്ളത് ബ്ലൂ ആണ്. ബ്ലൂ എന്താ പറഞ്ഞാൽ പേപ്പർ വേസ്റ്റ്. ഫൈൻ, കിട്ടിയോടാ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേപ്പർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ചു ബ്ലൂ ആണ്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ യെല്ലോ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, റെഡ്. സ്മിത്തി അല്ലേ, ഇത് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ, പഠിച്ചു വെച്ചോളണം. മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താടാ? റെഡ് എന്ന് പറഞ്ഞാൽ എന്നാണ്. ഓക്കെ അല്ലേ. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ, ജി. ഓക്കെ. ഫുഡ് നമ്മൾ നോക്കി ബ്ലാക്കാണ്. അതേഴ്സ് സ്കൈ ബ്ലൂവിനാണ് നമ്മൾ അതേഴ്സ്. ചില കേസുകൾ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതേഴ്സിനെ വേസ്റ്റ് മെറ്റീരിയൽ അതേഴ്സിന് നമ്മൾ ഏത് കളർ കോഡാണ് ഡിനോട്ട് ചെയ്യുക? സ്കൈ ബ്ലൂ ആണ്. ഓക്കെ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവസാന ക്വസ്റ്റ്യനുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദ ക്ലാസ് ഓഫ് ഫയർ കോസ്ഡ് ബൈ ദ ഫയർ? വുഡ്, പേപ്പർ, ക്ലോത്ത്. സിമ്പിളാണ്, വലിയ സമയമൊന്നും വേണ്ട. ഫുഡ്, പേപ്പർ, ക്ലോത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്ലാസ് എ ആയിരിക്കും അല്ലേടാ. ക്ലാസ് എ അല്ലേ? ആണ്. വുഡ്, പേപ്പർ
ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ് എ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ആൻവിൽ. ആൻവിലിൻ്റെ നമുക്കറിയാം സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയാം അല്ലേ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ. അപ്പോൾ ആൻവിലിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നോട്ട് എ പാർട്ട്. ഹോൺ നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ, ഉണ്ട് അല്ലേ, കർവ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഹോൺ ഉണ്ട് അല്ലേ. ഹാർഡി ഹോൾ എന്തിനാണ്, നമ്മളുടെ കാസ്റ്റ് ചെയ്യുന്ന ഫർണസിൽ ഫോർജ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കാസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹാർഡി ഹോൾ ഉണ്ട്. പ്രിച്ചൽ ഹോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോളിനെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഭാഗം പീൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായിരിക്കുമല്ലോ. അപ്പോൾ ആൻസർ എന്താ, ഈ 3 ഉണ്ടെങ്കിൽ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ. നോട്ട് എ പാർട്ടല്ലാത്തത്. അപ്പോൾ അത് ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഓരോ പാർട്ടിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഹോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കർവ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ കാണാൻ വേണ്ടി. ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ടേബിൾ. ഈ ഒരു ഭാഗം എൻ്റയർ പാർട്ടിന് നമ്മൾ പറഞ്ഞ ഫേസ് എന്ന പേര് പറയാം. ഹാർഡി ഹോൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഹോളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിച്ചൽ ഹോൾ എന്ന് പറഞ്ഞാൽ ആ ഹാർഡി ഹോളിൻ്റെ തൊട്ടടുത്തുള്ള റൗണ്ട് ആയിട്ടുള്ള ഹോളിനെയാണ് നമ്മൾ പ്രിച്ചൽ ഹോള്. ഹീൽ എന്ന് പറഞ്ഞാൽ ഹോണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം അല്ലേ, ഹോണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തിന് ഹീൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഇവിടെ കാണാൻ പറ്റും. വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ ഇവിടെ കണ്ടു. ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. സിമ്പിൾ അല്ലേ, ഇത് നമ്മൾ പഠിച്ചാലേ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോകാൻ കാരണം എന്താണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കണം. റെഡി, 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർ ഓഫ് സ്റ്റിഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി. ഓപ്ഷൻ എ മോഡുലസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി എന്തായാലും വരുന്നത്, ഇവിടെ ഒരു മോഡുലസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി. ബി എന്ന് പറഞ്ഞാൽ റെസിലിയൻസ്. അടുത്തത് എന്താ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ. ഓപ്ഷൻ ടി ഏതാ വരുന്നത്, എന്താ വരുന്നത് ആലോചിച്ച് നോക്ക് അല്ലേ. മോഡുലസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പെർമനൻറ്റ് ഡീഫോർമേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡുലസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ആലോചിച്ച് നോക്കുക. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക, പെർമനൻറ്റ് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി. സ്റ്റിഫ്നെസ് അളക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരുന്നു അല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ് മോഡുലസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, യങ്സ് മോഡുലസ് അല്ലേ. എന്താ അപ്പോൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അണ്ടർഗോസ് പെർമനൻറ്റ് ഡീഫോർമേഷൻ അല്ലേ. പെർമനൻറ്റ് ഡീഫോർമേഷൻ സംഭവിക്കുന്നതിനാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. റെസിലിയൻസ് എന്ന മെഷർ ഓഫ് എനർജി എ മെറ്റീരിയൽ ക്യാൻ അബ്സോർവ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു യൂണിറ്റ് വോളിയം ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ നിന്ന് ഒരു എനർജി അബ്സോർവേഷൻ ആ ഒരു ലിമിറ്റിനാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അടുത്തത് ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ, ടഫ്നെസ് പറഞ്ഞിട്ടുള്ള എബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു അബ്സോർവ് എനർജി ഓഫ് ഡീഫോർമേഷൻ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുന്ന സമയത്തുള്ള എനർജീനെയാണ് നമ്മൾ പറയുന്നുള്ളത് അല്ലേ. ഡീഫോർമേഷൻ അല്ലേ, പ്ലാസ്റ്റിക്കലി ഡീഫോം ആയിട്ടുള്ളൊരു മെറ്റീരിയൽസിൻ്റെ എനർജി അബ്സോർവേഷൻ്റെ എബിലിറ്റിനാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് സിങ്കിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത്. ഓപ്ഷൻ എ മെൽറ്റ് അറ്റ് 231.5 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 231.5 ഡിഗ്രി സെൽഷ്യസ് അവിടെ തന്നെ ഒരു അപാകത നമുക്ക് കിട്ടി അല്ലേ. എന്നാൽ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസിൽ നോൺ ഫെറസ് ഭാഗങ്ങളിൽ വരുന്ന സിങ്ക് നോക്ക്. അടുത്തെന്താ, ഗുഡ് കണ്ടക്റ്റ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റീൻ്റെ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സിങ്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ റെസിസ്റ്റൻസ് ആയിരുന്നോ. ഇറ്റ് ഈസ് ദ ബ്ലൂയിഷ് വൈറ്റ് മെറ്റൽ ആയിരുന്നു. ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ഒന്നാമത്തെ പാർട്ടിനെ നമുക്ക് തെറ്റായി കാണാൻ പറ്റും അല്ലേ, ഈ ഒരു ഭാഗം തന്നെ തെറ്റായി കാണാൻ പറ്റും. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അല്ലടാ, ആണ്, ഉറപ്പാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. റെസിസ്റ്റൻസ് ഓഫ് കൊറോഷൻ ആയിരുന്നു, ശരിയായിരുന്നു, ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ തെറ്റായിരുന്നു, ഓപ്ഷൻ ബി ഓർ സി എന്തായിരുന്നു, ശരിയായിരുന്നു. ഇറ്റ് ഈസ് എ ബുള്ളിഷ് വൈറ്റ് മെറ്റൽ അല്ലേ, ആണല്ലേ, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വൈറ്റ് മെറ്റൽ അല്ലേ, ആണ്. അപ്പോൾ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും മെറ്റൽ. അപ്പോൾ ചോദ്യം സിങ്കിൻ്റെ ഒന്ന് പഠിച്ചു വെച്ചാലോ. നമുക്കറിയാം നോൺ ഫെറസ് മെറ്റൽസിൽ വരുന്ന
സിങ്കിൻ്റെ കേസുകൾ ഒന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ് കോപ്പറിൻ്റെയും കൂടി അല്ലേ. സിങ്കിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കോപ്പർ. സിങ്കിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഒരു അസൈൻമെൻറ്റ് പോലെ കമൻറ്റ് സെക്ഷനിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്താണെന്ന് കമൻറ്റ് സെക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന. കോപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പോലെ തന്നെ കൊറോഷൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് കോപ്പർ എന്ന് പറയുന്നത്, മനസ്സിലാക്കി വെക്കുക. മെറ്റലിനെ അട്രാക്റ്റീവ് റെഡിഷ് ബ്രൗൺ കളർ. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് സിങ്കിന് പകരം കോപ്പർ ചോദിക്കാൻ ഈ എക്സാമിൽ നിങ്ങൾക്ക് കോപ്പറായി ചോദിക്കാം. അപ്പോൾ കോപ്പറിൻ്റെ സ്ലൈഡ് പഠിച്ചു വെച്ചോളാം, റെഡിഷ് കളറായിരിക്കും എന്ന് പറയാം. ഇറ്റ് ഈസ് ദ എക്സ്ട്രീംലി ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ് ഗുഡാണ്. മെൽറ്റിംഗ് ഓർ ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് 1083 പഠിച്ചിട്ടുണ്ട്. 1083 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ് 2560 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പഠിച്ചിരിക്കേണ്ട അടുത്ത പോയിന്റ് എന്താണ്? ഡെൻസിറ്റി അല്ലേ. ഡെൻസിറ്റി 8.94 × 10⁻³ kg/m³ at 20 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ സിങ്കാണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് കോപ്പർ ആയിരിക്കും. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ടത് ഈ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സിങ്ക് പഠിച്ചു വെക്കണം. അപ്പോൾ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സിങ്ക് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? വിച്ച് ആർ നോട്ട് പ്രോപ്പർട്ടി ഓഫ് സിങ്ക്. തെറ്റായിട്ടുള്ള ഏതാ? തെറ്റായിട്ടുള്ള ഓപ്ഷൻ എ. 231.5 ഡിഗ്രി സെൽഷ്യസ് അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ എ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക മക്കളെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം 10-21ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിലൂടെ ബാക്കി ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടിന്യൂ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മക്കളെ. പഠിച്ചു തുടങ്ങിക്കോളാം. ഈ വരുന്ന 18-ാം തീയതി നിങ്ങൾക്ക് സ്മിത്തിയുടെ എക്സാം നിങ്ങളുടേതാണ്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് റാങ്ക് ഞാൻ എടുക്കും, ഞാൻ വാങ്ങുന്നുള്ള ആ ഒരു ഫയർ അല്ലേ, ഒരു ഫയർ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും മോക്ക് ചെയ്യുക. ഓക്കെ അല്ലേടാ? ശരി, താങ്ക് യു. അടുത്ത വീഡിയോ കാണും വരെ താങ്ക് യു.